ബ്രസീലിൽ എത്ര മലയാളികൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ഒരു മലയാളി തന്നെയാണ് നല്ലത്. പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ വൈദികരുണ്ട്, കുറച്ച് കന്യാസികളുണ്ട്. അത് ബ്രസീലിൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുകയാണ്. ബ്രസീൽ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണല്ലോ, ഇന്ത്യയുടെ 3 ഇരട്ടിയുള്ള രാജ്യമാണ്. പിന്നെ സെംപാവളോയിലൊരു 10-12 മലയാളികൾ ഉണ്ടാവും. റിയോയിൽ ചിലപ്പോൾ 2-3. ആകെ ബ്രസീലിലെല്ലാം കൂടി ഒരു 10-30 ഫാമിലീസ് കഷ്ടി ഉണ്ടായി. എറണാകുളം ഊരമന സ്വദേശിയായ ആനന്ദജ്യോതി 18 വർഷത്തിലേറെയായി ബ്രസീലിലുണ്ട്. പരിമിതികൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒളിമ്പിക്സ് വലിയ വിജയമാകുമെന്നാണ് ജ്യോതി പറയുന്നത്. വെല്ലുവിളികളെ ഒന്നിച്ചു നിന്ന് മറികടന്നതാണ് ബ്രസീലുകാരുടെ ചരിത്രം. സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിൽ ഒളിമ്പിക്സ് നടത്തുന്നതിൽ പ്രതിഷേധമുണ്ടെങ്കിലും എല്ലാം പതിയെ മാറുമെന്നും ജ്യോതി വിശ്വസിക്കുന്നു. എത്ര പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിച്ച് അവരെ വലിയൊരു ആഘോഷമാക്കി അതിനെ മാറ്റും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ചിലപ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടാകും പാശ്ചാത്യ ഒരു മെഷർമെൻ്റ് വെച്ചിട്ട്. പക്ഷേ ബ്രസീലുകാർ അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നടത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അനുഭവം. അവരെത്ര പ്രതിസന്ധിയിൽ ഒരു കാര്യത്തിന് ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുമോ. തലസ്ഥാനമായ ബ്രസീലിയയിൽ കുടുംബസമേതം താമസിക്കുന്ന ജ്യോതി ഡോക്യുമെന്ററി സംവിധായകനാണ്. ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ബ്രസീൽ ചാനലുകൾക്ക് വേണ്ടി ഡോക്യുമെന്ററികൾ ചെയ്തു. ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം മലയാളികൾ ഒരുപാട് കുടിയേറിയിട്ടുണ്ടെങ്കിലും തെക്കേ അമേരിക്കയിൽ ആനന്ദജ്യോതിയെപ്പോലെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. റിയോയിൽ നിന്ന് മീഡിയ 1 വേണ്ടി എം ഫിറോസ് ഖാൻ.